വേറിട്ട പ്രതിഷേധങ്ങളും സമരങ്ങളും നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിലും അപൂർവമായ ഒരു പ്രതിഷേധമാണ് വൈദ്യുതി മുടങ്ങിയതിന് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ അരങ്ങേറിയത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ കറണ്ട് കട്ടായതുകൊണ്ട് ആട്ടിയ മാവ് പുളിച്ചുപോയി. ആ പുളിച്ച മാവ് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലെത്തി തലയിലൊഴിച്ച് പ്രതിഷേധിച്ചു. കൊല്ലം ജില്ലയിലെ കുണ്ട്ര, ഇളമ്പള്ളൂർ, വേലുത്തമ്പി നഗറിൽ ആട്ടുമില്ല് നടത്തുന്ന കുളനരക്കൽ രാജേഷാണ് കുണ്ട്ര ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ വന്ന് ആട്ടിയ മാവ് തലയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയാണ് വൈദ്യുതി മുടങ്ങുമെന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നത്. എന്നാൽ രാവിലെ 9:30 മുതൽ 10:30 മണി വരെ തുടരെ വൈദ്യുതി തടസ്സപ്പെട്ടു. പിന്നീട് 11 മണിയോടെ പൂർണ്ണമായും വൈദ്യുതി നിലച്ചു. ഇതോടെ രാജേഷ് പകുതി മാത്രം ആട്ടിവെച്ച മാവ് പുളിച്ച് ഉപയോഗശൂന്യമായി. അതേ തുടർന്നാണ് രാജേഷ് 2 മണിയോടെ KSEB ഓഫീസിന് മുന്നിൽ വന്ന് പ്രതിഷേധിച്ചത്. 1 മണിക്ക് മുൻപ് മാവ് കടകളിൽ കൊടുക്കുന്നതിനായി രാവിലെ 6 മണി മുതൽ ആരംഭിച്ച ജോലിയും 10,000 രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായതായി രാജേഷ് പറയുന്നു. പ്രതിഷേധവുമായി KSEBയിൽ എത്തിയപ്പോഴാണ് തനിക്ക് 11 മണി മുതൽ വൈദ്യുതി മുടങ്ങുമെന്ന മെസ്സേജ് ലഭിച്ചതെന്ന് രാജേഷ് ആണയിട്ട് പറയുന്നു. അതായത് 2 മണിക്ക് രാജേഷ് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ വരുമ്പോഴാണ് 11 മണിക്ക് കറണ്ട് പോകുമെന്ന് പറഞ്ഞ് മെസ്സേജ് എത്തുന്നത്. KSEB ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പോലീസിലും പരാതി നൽകുമെന്നാണ് രാജേഷ് പറയുന്നത്. എന്നാൽ ട്രാൻസ്ഫോമർ അടിയന്തരമായി മാറ്റേണ്ടി വന്നതിനാലാണ് വൈദ്യുതി മുടങ്ങിയതെന്നാണ് കുണ്ട്ര ഇലക്ട്രിസിറ്റി ഏമാമാർ പറയുന്നത്. ഉപയോക്താക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതായും ഫോണിൽ അയച്ച മെസ്സേജ് ലഭിക്കാൻ ചിലപ്പോൾ വൈകിയത് കൊണ്ടാവും ഇത് നടന്നതെന്നാണ് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ ഉരുണ്ട് കളിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നതിനകത്ത് യാതൊരു ന്യായവുമില്ല. കാരണം കൃത്യമായൊരു വിവരം പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. എപ്പോഴാണ് കറണ്ട് പോകുന്നതെന്ന് കൗടി അന്നേരത്തിൽ നോക്കാൻ പറ്റും. പാഴൂർ പഠിക്കൽ പോയെങ്കിലേ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത്രയും നിരുത്തരവാദിത്തപ്പെട്ട ഒരു വകുപ്പ് വേറെയില്ല.